കഴിഞ്ഞ ദിവസമാണ് ഒരു സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനമിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. സിദ്ധാർത്ഥ് മദ്യലഹരിയിലായിരുന്നു. സിദ്ധാർത്ഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പരുക്കേറ്റയാൾ മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ നമുക്ക് ലഭിക്കുന്നത്. തമിഴ്നാട് സ്വദേശി 60 വയസ്സുള്ള തങ്കരാജാണ് മരിച്ചത്. ലോട്ടറി തൊഴിലാളിയായ തങ്കരാജിന്റെ മരണം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അന്ന് പരുക്കേറ്റ ചികിത്സയിൽ തുടരുകയായിരുന്നു തങ്കരാജ്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനമോടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു വിലപ്പെട്ട ജീവൻ, ഒരു നിർധന കുടുംബത്തിൻ്റെ അത്താണിയായി മാറേണ്ട ഒരു വിലപ്പെട്ട ജീവൻ, തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള തങ്കരാജ് 60, അദ്ദേഹത്തിൻ്റെ ജീവനാണ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയപ്പെടുന്ന ഒരു സീരിയൽ താരം, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, മദ്യപിച്ചതിന് ശേഷം അദ്ദേഹം യാതൊരു ബോധവുമില്ലാതെ വാഹനം ഓടിക്കുകയും ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ, അതായത് കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴി നാട്ടകം കോളേജിന് സമീപത്ത് വെച്ച സിമൻറ്റ് കവലയ്ക്ക് സമീപത്ത് വെച്ചാണ് വഴിയാത്രക്കാരനായിരുന്ന ഈ തങ്കരാജിനെ ഈ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനം അമിത വേഗതയിൽ വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് അദ്ദേഹത്തെ ഓടിക്കൂടി നാട്ടുകാർ ആശുപത്രിയിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥ് പ്രഭു നാട്ടുകാരുമായിട്ട് വാക്കേറ്റമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തെ ബലമായി പിടിച്ച പോലീസ് വിവരമറിഞ്ഞ സംഭവ സ്ഥലത്തെത്തി പോലീസിനോടും വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത്. ഒടുവിൽ ബലമായി പിടിച്ചാണ് സിദ്ധാർത്ഥ് പ്രഭുവിനെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. ഇതിനിടയിൽ ഈ തങ്കരാജിനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അദ്ദേഹത്തിന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി 24-ാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് മുതൽ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ കാര്യത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും കൊലപാതകം കുറ്റം ചുമത്തി അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിനിഷ.